നല്ല റീസൺ ആയിപ്പോയി കേട്ടോ ഷാനവാസിക്ക. നല്ല റീസൺ ആയിപ്പോയി. നല്ല റീസൺ ആയി. വഴക്കിട്ടല്ല, നല്ല റീസൺ ആയിപ്പോയി. അല്ല, ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ 4 ഒറ്റക്കെട്ടായിട്ട് നിക്കാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ താൻ കിടന്നുറങ്ങി അല്ലേ? അല്ല, ചേട്ടൻ കിടന്നുറങ്ങി. അങ്ങനെ പറഞ്ഞ ചേട്ടൻ കിടന്നുറങ്ങി അല്ലേ? അപ്പൊ ചേട്ടൻ ഞങ്ങൾ തിരിച്ചെന്താ ചെയ്തത്? ചേട്ടൻ ഞങ്ങളെ രക്ഷിക്കാൻ നോക്കിയായിരുന്നു. ചേട്ടൻ ആദ്യം ഇവിടുന്ന് പൊക്കാൻ വരുമ്പോ ചേട്ടൻ കാലിട്ട് തോണ്ടുന്ന ആള് ഞാൻ. ഏറ്റവും ആദ്യമേ തോണ്ടുന്ന ആള് ഞാനാ. അത് കഴിഞ്ഞിട്ടാണ് ദിശയിൽ വന്നിട്ട് വിളിക്കുമ്പോഴും ചൂടുവെള്ളം താഴത്ത് ആദ്യം വന്ന് വിളിക്കുന്ന ആള് ഞാനാണ് ചേട്ടന്. അതുകൊണ്ട് ചേട്ടൻ ഉറങ്ങുന്ന അത്ര ഇവളുമാർ രണ്ടുപേരും നോക്കിയിരുന്നോ? ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കണായിരുന്നു. എന്നിട്ട് ഇരുന്നിട്ട് അവർക്ക് എന്ത് കിട്ടി? ഞങ്ങൾക്ക് 3 പേർക്ക് എന്ത് കിട്ടി? ഞങ്ങൾ 3 പുറത്ത് തന്നെയല്ലേ? ചേട്ടൻ കൂളായിട്ട് രക്ഷപ്പെടുകയും ചെയ്തു അല്ലേ? എനിക്ക് എന്റെ റീസൺ പറയണ്ടേ? എനിക്കിപ്പോ അനുമോൾക്കാണ് 4 വോട്ട് കൂടുതലുള്ളത്. അവൾക്ക് ഒരു 5ാമത്തെ വോട്ട് ഞാൻ കൊടുത്തിട്ട് അവളെ ജയിലിൽ കൃത്യമായിട്ടുള്ള റീസൺ തന്നെയല്ലേ പറഞ്ഞത്? എന്താണ്? ജിസേലിനോട് വിളിച്ച് ചോദിച്ചോക്ക്. ജിസേൽ പറഞ്ഞല്ലോ തീരെ അവളെ കെയർ ചെയ്തിട്ടില്ലാന്ന്. ബിൻസിയെ കെയർ ചെയ്തോ? പിറ്റേ ദിവസം നമ്മള് 4 പേരും ഒറ്റക്കെട്ടായിട്ട് നിക്കാൻ തീരുമാനിച്ചപ്പം ചേട്ടനല്ലേ ആദ്യം വാക്ക് തിരിച്ചത്. ചേട്ടനല്ലേ ചേട്ടൻ അഭിനയിക്കുകയാണെന്ന് പറഞ്ഞത്. ചേട്ടാ ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. പറഞ്ഞോട്ടെ. നമ്മള് അത് ഉത്തരവില്ലാത്തതുകൊണ്ട് ചേട്ടന് സംസാരിക്കാൻ പറ്റത്തെ. അല്ല, ചേട്ടന് ഉത്തരവില്ല, ചേട്ടന് ആൻസർ ഇല്ല. ചേട്ടനല്ലേ പ്ലാൻ ചെയ്തത്. ചേട്ടനല്ലേ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ പ്ലാൻ ചെയ്തത്. അത് ചേട്ടൻ ഞങ്ങളെ വിശ്വാസമില്ലാണ്ട് കിടന്നുറങ്ങിയില്ലേ? ആ ചേട്ടനോട് തിരിച്ച് ഞാനിങ്ങനെ വിശ്വാസം പുലർത്തണം. അത് ചേട്ടന് വിഷമം മൂക്കുമ്പോ കയറിയാൽ മതി. എനിക്ക് അതിന്റെ ആവശ്യമില്ല. 1 കിലോ മുന്നിലോ തനിയെ പോയി കയറാ.